ഗുഡ് മോർണിംഗ് ഗൈസ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്പെഷ്യൽ ഓർഡർ പ്രൈസിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. ആകെ 4-5 പ്രോബ്ലംസ് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. പക്ഷേ കോൺസെപ്ഷ്യലാണ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യേണ്ടത്. എക്സാമിന് അടുപ്പിച്ച് വരാറുണ്ട്, അധിക സമയത്തും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക്കാണ്. സോ എന്താണ് സ്പെഷ്യൽ ഓർഡർ പ്രൈസിംഗ്? ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഫസ്റ്റ്, നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനി റൺ ചെയ്യുന്നവരാണെന്ന് വെച്ചോ. നമ്മുടെ കമ്പനിയിൽ ടോട്ടൽ ഒരു വർഷം 100% കപ്പാസിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ 50,000 യൂണിറ്റ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 100% കപ്പാസിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ 50% യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കറൻ്റ്ലി എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 30,000 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50,000 യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ 30,000 യൂണിറ്റേ കറൻ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഒരു 20,000 യൂണിറ്റ് ഐഡിൽ കപ്പാസിറ്റി ആയിട്ട് നമ്മുടെ കമ്പനിയിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഈ 30,000 യൂണിറ്റ് നമ്മുടെ മാർക്കറ്റിൽ, അതായത് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു സെല്ലിംഗ് പ്രൈസ് സ്വാഭാവികമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ അതിൻ്റെ പ്രൊസീജിയറിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾക്ക് ഒരു 10,000 യൂണിറ്റിൻ്റെ ഒരു പുതിയ ഓർഡർ വന്നു. ഒരു എക്സ്പോർട്ട് ഓർഡർ എന്ന് വെച്ചോ. ദുബായിൽ നിന്ന് വന്ന ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ USA നിന്ന് വന്ന ഓർഡർ ആയിരിക്കാം. എവിടെ നിന്നോ ഒരു 10,000 യൂണിറ്റിൻ്റെ ഒരു സിംഗിൾ ഓർഡർ നമ്മൾക്ക് വന്നു. ഒരു കസ്റ്റമർ നമ്മളോട് പറഞ്ഞു 10,000 യൂണിറ്റിൻ്റെ മെറ്റീരിയൽ എനിക്ക് ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം എന്താ ശ്രദ്ധിക്കുക? 10,000 യൂണിറ്റ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും ഈ വർഷം. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചോളം 20,000 യൂണിറ്റ് ഐഡിയൽ കപ്പാസിറ്റി ഇല്ലേ മക്കളെ? സോ 10,000 യൂണിറ്റ് നമുക്ക് കൊടുക്കൽ പോസിബിൾ ആണ്. ഈ വർഷം നമുക്ക് കൊടുക്കൽ പോസിബിൾ ആണ്. അത് ഓക്കെയാണ്. രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ അവർക്ക് പ്രൈസ് ഫിക്സ് ചെയ്യണം. കറൻ്റ്ലി ഈ 30,000 യൂണിറ്റ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് മേ ബി ഓരോ യൂണിറ്റിനും 100 റുപ്പീസിനായിരിക്കും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇതേ സെല്ലിംഗ് പ്രൈസിന് തന്നെ ഈ 10,000 യൂണിറ്റും നിങ്ങൾക്ക് വിൽക്കൽ പോസിബിൾ ആണോ? അത് ഇമ്പോസിബിളാണ്. എന്താ റീസൺ എന്നറിയോ? 10,000 യൂണിറ്റ് ഒരു സിംഗിൾ കസ്റ്റമറാണ് നിങ്ങൾക്ക് ഓർഡർ തന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളെടുത്ത് നിന്ന് ഒരു ബെസ്റ്റ് സെല്ലിംഗ് പ്രൈസ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുമാത്രമല്ല, ഈ പറഞ്ഞ പാർട്ടി നമ്മളെ അടുത്ത് മാത്രമായിരിക്കില്ല അവർ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവുക. വേറെയും പല കമ്പനികൾക്ക് ഇവർ ഈ പറയുന്ന പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്ത് കൊടുക്കും? അവരുടേതായിട്ടുള്ള പ്രൈസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഈ പ്രൈസിന് ഞങ്ങൾ നിങ്ങൾക്ക് മെറ്റീരിയൽ തരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പനി എന്താണ് ചൂസ് ചെയ്യുക? ലീസ്റ്റ് പ്രൈസ് ആരാണോ തന്നത് ആ കമ്പനിയാണ് ഇവർ ചൂസ് ചെയ്യുക, ആ കമ്പനിയാണ് ഇവർ സെലക്ട് ചെയ്യുക, അല്ലേ? അപ്പോൾ ഈ 10,000 യൂണിറ്റ് നമ്മൾക്ക് ഓർഡർ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഞാൻ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ 10,000 യൂണിറ്റിൻ്റെ ഓർഡർ നമ്മൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷനാണ് ആക്ച്വലി ഈ സ്പെഷ്യൽ ഓർഡർ പ്രൈസിങ്ങിൽ നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ 10,000 യൂണിറ്റ് ആണ് അവർ നമ്മളെടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അവർ ചിലപ്പോൾ ഇങ്ങോട്ടൊരു പ്രൈസ് ഇങ്ങോട്ട് പറയും. 100 രൂപക്കായിരിക്കും നമ്മൾ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നത്. ഇവർ നമ്മളോട് പറയാണ് 80 റുപ്പീസിന് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ 10,000 യൂണിറ്റ് ഞങ്ങൾ നിങ്ങളെടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് റിവൈസ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. 80 റുപ്പീസിന് ഈ പറയുന്ന 10,000 യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ? പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാം, ലോസ് ആണെങ്കിലോ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ ആണോ? ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 20,000 യൂണിറ്റ് ആണ് നമ്മൾക്കിവിടെ ഐഡിയൽ കപ്പാസിറ്റി ഉള്ളത്. ചില സമയത്ത് 30,000 യൂണിറ്റിൻ്റെ ഓർഡറൊക്കെയാണ് നമുക്ക് വരിക, അല്ലേ? 30,000 യൂണിറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഓർഡർ വന്നെന്ന് വെച്ചോ. നമ്മളെ കയ്യിൽ കപ്പാസിറ്റി ഉണ്ടോ മക്കളെ? നമ്മളെ കയ്യിൽ ആകെ 30,000 യൂണിറ്റ് ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇനി ഐഡിയൽ കപ്പാസിറ്റി ആയിട്ട് ആകെ 20,000 യൂണിറ്റേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് ഓർഡർ വന്നത് എത്രയാണ്? 30,000 യൂണിറ്റാണ്. ദാറ്റ് മീൻസ് ഒരു 10,000 യൂണിറ്റ് എക്സസ് ആണ്, അല്ലേ? നമുക്ക് ആകെ 50,000 യൂണിറ്റ് മാത്രമേ നമുക്ക് കപ്പാസിറ്റി ഉള്ളൂ. ദാറ്റ് മീൻസ് ഒരു 20,000 യൂണിറ്റും കൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 30,000 യൂണിറ്റിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കൊടുക്കൽ പോസിബിൾ ആണോ? നമുക്ക് പോസിബിൾ അല്ല. കറൻ്റ്ലി നമുക്ക് കൊടുക്കൽ പോസിബിൾ അല്ല. പക്ഷെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നിലവിൽ 50,000 യൂണിറ്റ് ആണ് നമ്മുടെ 100% കപ്പാസിറ്റി. നമ്മൾക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ഈ 50,000 യൂണിറ്റ് എന്നുള്ളത് 60,000 യൂണിറ്റ് ആക്കിയിട്ട് നമ്മുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 30,000 യൂണിറ്റിൻ്റെ ഓർഡർ നമ്മൾക്ക് കൊടുക്കലും പോസിബിൾ ആണ്, അല്ലേ? ഇവിടെയും നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഇങ്ങനെ നമ്മൾ കപ്പാസിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്ത് നമ്മൾക്ക് എക്സ്പെൻസസ് ഒക്കെ ഇൻകർ ആയി കഴിഞ്ഞാലും നമ്മൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ഇൻക്രിമെൻ്റൽ കോസ്റ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഞങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി.
ഈ ഓർഡർ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡിസിഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി സ്പെഷ്യൽ ഓർഡർ പ്രൈസിങ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണോ? സോ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, സോ അതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം ഞാൻ റിമൈൻഡ് ചെയ്യുന്നു. സെയിൽസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. എന്തിനാണ് സാർ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് അറിയുന്നതല്ലേ, നിങ്ങൾക്കറിയാം, ചുമ്മാ പറഞ്ഞു എന്ന് മാത്രം. സോ പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, Singular Products Company Limited manufactured and sold in a year 15,000 units of a particular product, fetching a sales value of 15 lakh rupees after charging direct material 30% on sales value, direct labor 20% on sales value, variable overhead 10 rupees per unit. The company earned 16.67 rupees per unit during the year. ദാറ്റ് മീൻസ് കറണ്ട് ഇയറിൻ്റെ ഡാറ്റയാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. എന്താ പറഞ്ഞത്? 15,000 ക്വാണ്ടിറ്റിയാണ് ഇവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയാണ്. ദാറ്റ് മീൻസ് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 15 lakh ഡിവൈഡഡ് ബൈ 15,000 യൂണിറ്റ്. ദാറ്റ് മീൻസ് 100 rupees ആണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ആഫ്റ്റർ ചാർജിങ് ഡയറക്റ്റ് മെറ്റീരിയൽ 30% ഓൺ സെയിൽ വാല്യൂ. ഇനി പറയാൻ പോകുന്നത് കോസ്റ്റിനെ കുറിച്ചാണ്. എന്താ പറഞ്ഞത്? സെയിൽ വാല്യൂവിൻ്റെ 30% ആണ് മെറ്റീരിയൽ കോസ്റ്റ്, 20% ആണ് ലേബർ കോസ്റ്റ്. അതായത് സെയിൽ വാല്യൂ 15 ലക്ഷം രൂപയാണ്, അതിൻ്റെ 30% ആണ് മെറ്റീരിയൽ കോസ്റ്റ്, 15 ലക്ഷം രൂപയുടെ 20% ആണ് ലേബർ കോസ്റ്റ്. വേരിയബിൾ ഓവർഹെഡ് 10 rupees പെർ യൂണിറ്റ്. ഓരോ യൂണിറ്റിനും 10 rupees വീതമാണ് വേരിയബിൾ ഓവർഹെഡ്. ദ കമ്പനി ഏൺഡ് 16.67 rupees പെർ യൂണിറ്റ് ഡ്യൂറിങ് ദ ഇയർ. അതായത് കമ്പനിക്ക് ഓരോ യൂണിറ്റ് വിൽക്കുന്ന സമയത്തും 16.67 രൂപ പ്രോഫിറ്റും ഉണ്ട്. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസ് അവൈലബിൾ ആണ്, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, വേരിയബിൾ ഓവർഹെഡ്, പ്രോഫിറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ക്വസ്റ്റ്യനിൽ ഫിക്സഡ് കോസ്റ്റ് അവൈലബിൾ ആണോ? ഇവിടെ ഫിക്സഡ് കോസ്റ്റിനെ പറ്റി ക്വസ്റ്റ്യൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫിക്സഡ് കോസ്റ്റിനെ പറ്റി ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ഫിക്സഡ് കോസ്റ്റ് ഇല്ല എന്നാണോ? നോക്കാം. ദ എക്സിസ്റ്റിംഗ് എക്യുപ്മെന്റ് ക്യാൻ പ്രൊഡ്യൂസ് എ മാക്സിമം ഓഫ് 20,000 യൂണിറ്റ് പെർ ആനം. ടോട്ടൽ നമ്മുടെ കമ്പനിയുടെ 100% കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 യൂണിറ്റ് ആണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 15,000 യൂണിറ്റാണ്. ദാറ്റ് മീൻസ് ഒരു 5,000 യൂണിറ്റ് എന്തുണ്ട് മക്കളെ? ഐഡിയൽ കപ്പാസിറ്റി ഉണ്ട്. അഗ്രി? അഗ്രി. In case the demand exceed the maximum output, new equipment will be required which will cost 10 lakh rupees and it will have a lifespan of 10 years with no residual value. ഇനി ഈ 20,000 യൂണിറ്റിന് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു 10 lakh rupees അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. നമ്മൾ പുതിയൊരു മെഷീൻ മേടിക്കണം, അതിൻ്റെ വാല്യൂ 10 lakh rupees ആണ്. 10 വർഷമാണ് ആ മെഷീൻ്റെ ലൈഫ്. റെസിജ്വൽ വാല്യൂ ഒന്നും കിട്ടില്ല. ദാറ്റ് മീൻസ് സ്ക്രാപ്പ് വാല്യൂ ഒന്നും ഉണ്ടാവില്ല, വിറ്റ് കഴിഞ്ഞാൽ അതിനൊന്നും കിട്ടില്ല. ഓക്കെ, എ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ഈസ് വില്ലിംഗ് ടു പ്ലേസ് ആൻ ഓർഡർ ഓൺ ദ കമ്പനി ഫോർ 10,000 യൂണിറ്റ് പെർ ഇയർ റെഗുലർലി അറ്റ് 90% ഓഫ് ദ പ്രസന്റ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഒരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. എത്ര യൂണിറ്റാണ് മക്കളെ ഓർഡർ കിട്ടിയത്? 10,000 യൂണിറ്റ് ആണ് ഓർഡർ കിട്ടിയത്. അതിന് നമുക്ക് നിലവിലുള്ള കപ്പാസിറ്റി മതിയാവോ? പോരടാ. കാരണം നമുക്ക് ഐഡിയൽ കപ്പാസിറ്റി എത്രയേ ഉള്ളൂ? 5,000 യൂണിറ്റേ ഉള്ളൂ. പക്ഷെ നമുക്ക് പുതിയ ഓർഡർ വന്നത് എത്ര യൂണിറ്റാ? 10,000 യൂണിറ്റാ. ദാറ്റ് മീൻസ് നമ്മുടെ കപ്പാസിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യണം അല്ലേ? ഒരു 5,000 യൂണിറ്റും കൂടെ നമ്മുടെ കപ്പാസിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അത് മാത്രമല്ല ഇയാൾക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ എങ്ങനെയാണ് പറഞ്ഞത്? 90% ഓഫ് ദ പ്രസന്റ് സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറഞ്ഞത്. പ്രസന്റ് സെല്ലിംഗ് പ്രൈസ് 100 rupees ആണല്ലോ, 100 rupees. അതിൻ്റെ 90% ആണ് ഇയാളുടെ സെല്ലിംഗ് പ്രൈസ്. ദാറ്റ് മീൻസ് 90 rupeesന് ഞാൻ ഇയാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, which will be if accepted over and above the existing market for 15,000 unit, irrespective of the fact whether or not the new order materialize, the cost increase with immediate effects. സോ ഈ ഓർഡർ കിട്ടിയാലും ഇല്ലെങ്കിലും അടുത്ത വർഷം നമ്മുടെ കോസ്റ്റ് കുറച്ച് കൂടുന്നുണ്ട്. കറണ്ട് കോസ്റ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിൽ നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന കോസ്റ്റിനെ കുറിച്ചാണ് താഴെ പറയുന്നത്. സോ നോക്കിയേ, 10% ഇൻ ദ ഡയറക്റ്റ് മെറ്റീരിയൽ. നോക്കിയേ, കറണ്ട് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് പറഞ്ഞത് നോക്കളെ? ആഫ്റ്റർ ചാർജിങ് ഡയറക്റ്റ് മെറ്റീരിയൽ 30% ഓൺ സെയിൽ വാല്യൂ എന്നാണ് പറഞ്ഞത്. സെയിൽ വാല്യൂ 15 ലക്ഷം രൂപയാണ്. ഈ 15 ലക്ഷം രൂപയുടെ 30% എന്ന് പറയുമ്പോൾ 4.5 lakh rupees ആണ് നമ്മൾക്ക് കറണ്ട്ലി മെറ്റീരിയൽ കോസ്റ്റ് ഇൻകർ ആവുന്നത്.
പക്ഷേ ഇനി ഈ 4.5 ലാക്ക് റുപ്പീസ് മാത്രം പോരാ, അതിൽ 10% കോസ്റ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 4.5 ലാക്ക് പ്ലസ് 10%. ഇതാണ് ഇനിയുള്ള നമ്മൾക്ക് ഇൻകർ ആവുന്ന 4.95 ലാക്ക് റുപ്പീസ്. ഇതാണ് അടുത്ത വർഷം മുതൽ നമുക്ക് ഇൻകർ ആവുന്ന മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ, 25% ഇൻ ദ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 25% ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ലേബർ കോസ്റ്റ് എത്രയാ? ഡയറക്റ്റ് ലേബർ 20% ഓൺ സെയിൽ വാല്യൂ. ദാറ്റ് മീൻസ് 15 ലാക്ക് റുപ്പീസ് ആണ് സെയിൽ വാല്യൂ. അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ 3 ലാക്ക് റുപ്പീസ് പ്ലസ് എത്രയാണ് ഇൻക്രീസ് പറഞ്ഞത്? 25%. 3 പ്ലസ് 25% എന്ന് പറയുമ്പോൾ 3.75 ലാക്ക് റുപ്പീസ്. ഓക്കെ, ലേബർ കോസ്റ്റ് നമുക്ക് കിട്ടി. 50,000 റുപ്പീസ് ഇൻ ഫിക്സഡ് ഓവർ ഹെഡ് പെർ ഇയർ. 50,000 രൂപ ഫിക്സഡ് കോസ്റ്റും ഇൻക്രീസ് ആയിട്ടുണ്ട്. അല്ലട മക്കളെ, ഫിക്സഡ് കോസ്റ്റിന് ഓൾറെഡി ഉള്ള എമൗണ്ട് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണോ? ക്വസ്റ്റ്യനിൽ അവൈലബിൾ അല്ല, എവിടെയും കൊടുത്തിട്ടില്ല. പിന്നെ എന്താണ് ഇവർ ഇൻക്രിമെന്റിനെ കുറിച്ച് പറയുന്നത്? ഇൻക്രിമെന്റ് മനസ്സിലാവണമെങ്കിൽ ആദ്യം എക്സിസ്റ്റിംഗ് എമൗണ്ട് കിട്ടണ്ടേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10% ആണ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാദ്യം എക്സിസ്റ്റിംഗ് കോസ്റ്റ് നമ്മൾക്ക് അറിയാം, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 4.5 ലാക്ക് റുപ്പീസ് ആണ്. അപ്പോൾ അതിലേക്ക് ഒരു 10% അങ്ങ് ആഡ് ചെയ്താൽ മതി. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് ഇവർ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 റുപ്പീസ് ആണ് ഇൻക്രീസ് ആയത്. അതിനാദ്യം എക്സിസ്റ്റിംഗ് എമൗണ്ട് കിട്ടേണ്ടേടാ. എക്സിസ്റ്റിംഗ് എമൗണ്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടുണ്ട്, കറൻ്റ്ലി ഫിക്സഡ് ഓവർ ഹെഡ് ഇൻകർ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ആ എമൗണ്ടിലേക്ക് 50,000 രൂപയും കൂടെ അടുത്ത വർഷം ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറൻ്റ്ലി ഫിക്സഡ് കോസ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ജസ്റ്റ് റിമൈൻഡ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം. സോ നെക്സ്റ്റ്, ഇഫ് ദ ഓർഡർ ഓഫ് അഡീഷണൽ 10,000 യൂണിറ്റ് ഈസ് ആക്സെപ്റ്റഡ്. നമുക്കൊരു പുതിയ ഓർഡർ വന്നിട്ടില്ലായിരുന്നോ? 10,000 യൂണിറ്റ്. യെസ്, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ ഫിക്സഡ് ഓവർ ഹെഡ് വിൽ ഇൻക്രീസ് ബൈ അനദർ 50,000 ബൈ വേ ഓഫ് ഇൻക്രീസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്. ഈ 50,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്താലും ഇല്ലെങ്കിലൊക്കെ ഇൻകർ ആവും. ഈ പറയുന്ന 10%, 25%, 50,000 ഒക്കെ നിങ്ങൾ ഈ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന അടിസ്ഥാനത്തിലല്ല, അത് അടുത്ത വർഷമായി കഴിഞ്ഞാൽ എന്തായാലും ഇൻകർ ആവും. അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നോക്കിക്കോ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് whether or not the new order materialize, the cost increase with immediate effect. നിങ്ങൾ ഓർഡർ എടുത്താലും കുഴപ്പമില്ല, കറണ്ട് ഓർഡർ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അടുത്ത വർഷം മുതൽ ഈ പറയുന്ന കോസ്റ്റ് ഒക്കെ ഇൻകർ ആവും. ഓക്കെ, അത് കുഴപ്പമില്ല. ഇനി എന്താണ് പറഞ്ഞത്? ഇഫ് ദ ഓർഡർ ഓഫ് അഡീഷണൽ 10,000 യൂണിറ്റ് ഈസ് ആക്സെപ്റ്റഡ്, നിങ്ങൾ ഈ അഡീഷണൽ 10,000 യൂണിറ്റ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫിക്സഡ് ഓവർ ഹെഡ് വിൽ ഇൻക്രീസ് ബൈ അനദർ 50,000 റുപ്പീസ്. ഇതൊന്നും കൂടാണ്ട് ഒരു 50,000 രൂപയും കൂടെ നമുക്ക് അഡീഷണൽ 50,000 റുപ്പീസ് ഇൻകർ ആവും. എങ്ങനെയാണെങ്കിൽ ഈ 10,000 യൂണിറ്റ് അഡീഷണൽ ഓർഡർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, you are required to recommend whether the company should accept the new business at the stipulated price or decline the new order and make a concerted sales drive to sell the present unused capacity at the present selling price. The sales drive will cost 60,000 rupees per year. നമ്മൾ എന്ത് ചെയ്യാൻ പോവാം മക്കളെ? ഈ പറയുന്ന ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്തു. നമ്മളത് വിൽക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 5,000 യൂണിറ്റ് ആണല്ലോ നമ്മൾക്ക് ഇവിടെ ഐഡിൽ കപ്പാസിറ്റി ഉള്ളത്, അല്ലേ? 20,000 യൂണിറ്റ് ആണ് നമ്മൾ നിലവിലെ 100% കപ്പാസിറ്റി. അതിൽ 15,000 യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു 5,000 യൂണിറ്റ് നമുക്ക് ഐഡിൽ കപ്പാസിറ്റി ഉണ്ട്. ആ ഐഡിൽ കപ്പാസിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്തിട്ട് ഒരു 60,000 രൂപ ഒരു വർഷം ഞാൻ എന്തെങ്കിലുമൊക്കെ കോസ്റ്റ് ചെലവഴിച്ചിട്ട് ഞാൻ ആ 5,000 യൂണിറ്റും കൂടെ മാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. പകരം എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എക്സ്പോർട്ട് ഓർഡർ അങ്ങ് ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു. അയാൾക്ക് കൊടുക്കുന്നില്ല എന്ന് പ്ലാൻ ചെയ്തു. ഓക്കെ ആണോ? യെസ്. ഇഗ്നോർ ദ ഫിനാൻഷ്യൽ ചാർജസ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ എക്യുപ്മെന്റ് ആൻഡ് അസ്യൂം ദർ ആർ നോ ഓപ്പണിംഗ് ക്ലോസ് സ്റ്റോക്ക് ഇൻവെന്ററീസ്. വേരിയബിൾ കോസ്റ്റ് വിൽ ഇൻക്രീസ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ ഔട്ട്പുട്ട്. സോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇത്രേ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന് കറണ്ട് സെനാരിയോ, അതായത് 15,000 യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നു, ഓരോ യൂണിറ്റിനും 16.67 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് കറണ്ട് സെനാരിയോ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയതായിട്ട് ഒരു 10,000 യൂണിറ്റും കൂടെ നമുക്ക് അഡീഷണൽ ഓർഡർ വരുന്നു. അപ്പോൾ 15,000 യൂണിറ്റ് നമുക്ക് എന്തായാലും സെയിൽ ചെയ്യണം, പ്ലസ് 10,000, ദാറ്റ് മീൻസ് 25,000 യൂണിറ്റ് നമുക്ക് സെയിൽ ചെയ്യണം, അല്ലേ? നമ്മുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 യൂണിറ്റ് ആണ്. അപ്പോൾ കറണ്ട് കപ്പാസിറ്റി പോരാ, നമ്മളെ കപ്പാസിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യണം. കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 10 ലാക്ക് റുപ്പീസ് നമ്മൾ അഡീഷണലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു?
25,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് 2 പേർക്കും പുതിയ ഓർഡർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, നിലവിൽ 15,000 യൂണിറ്റും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. അതാണ് സെക്കൻഡ് കേസ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ഡ്രൈവിനെ കുറിച്ചാണ് പറഞ്ഞത്. സെയിൽസ് ഡ്രൈവിനെ കുറിച്ച് എവിടെ മക്കളെ പറഞ്ഞത്? നോക്കിയേ, യു ആർ റിക്വയർഡ് ടു റെക്കമെൻഡ് വെദർ ദ കമ്പനി ഷുഡ് ആക്സെപ്റ്റ് ദ ന്യൂ ബിസിനസ് അറ്റ് ദ സ്റ്റിപ്പുലേറ്റഡ് പ്രൈസ് ഓർ ഡീക്ലൈൻ ദ ന്യൂ ഓർഡർ ആൻഡ് മേക്ക് എ കൺസേർട്ടഡ് സെയിൽസ് ഡ്രൈവ് ടു സെൽ ദ പ്രസന്റ് അൺയൂസ്ഡ് കപ്പാസിറ്റി അറ്റ് ദ പ്രസന്റ് സെല്ലിംഗ് പ്രൈസ്. ഞാൻ എന്ത് ചെയ്യുന്നു, പഴയ ഓർഡർ, ഞാൻ ഈ 10,000 യൂണിറ്റിൻ്റെ ഓർഡർ ഞാനങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. എന്നിട്ട് ബാലൻസ് ഉള്ള 5,000 യൂണിറ്റിലെ കറണ്ട് കപ്പാസിറ്റിയിൽ നമുക്ക് എത്രയാണ് ഐഡിയൽ കപ്പാസിറ്റി ഉള്ളത്? 5,000 യൂണിറ്റ്. ഈ 5,000 യൂണിറ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. അതിനെനിക്ക് അഡീഷണൽ കോസ്റ്റ് വരുന്നത് എത്രയാണ്? 60,000 റുപ്പീസാണ്. ഇത് സെയിൽസ് ഡ്രൈവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന 5,000 യൂണിറ്റ് മാത്രം അഡീഷണലി സെയിൽ ചെയ്യുന്നതിന് സെയിൽസ് ഡ്രൈവ് എന്നാണ് ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്തത്. അപ്പോൾ ഈ 3 മെത്തേഡാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഈ 3 മെത്തേഡിലും ഏതിനാണോ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് അതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്. അഗ്രി ഓർ നോട്ട്? അഗ്രി. ലെറ്റ് സ്റ്റാർട്ട്. യെസ്, നമുക്ക് ആൻസറിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, കാൽക്കുലേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ്. ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യനിൽ എന്ത് അവൈലബിൾ അല്ല? നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഡാറ്റ അവൈലബിൾ അല്ല, എക്സിസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഡാറ്റ അവൈലബിൾ അല്ല. എത്ര യൂണിറ്റ് ആണ് മക്കളെ നമ്മൾ വിൽക്കുന്നത്? 15,000 യൂണിറ്റ് അല്ലേ നമ്മൾ വിൽക്കുന്നത്? 15,000 യൂണിറ്റ് ആണ് വിൽക്കുന്നത്. എങ്ങനെയാണ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? എടാ, ക്വസ്റ്റ്യനിൽ സെയിൽസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഓരോ യൂണിറ്റ് വിൽക്കുന്ന സമയത്തും ഓരോ യൂണിറ്റ് വിൽക്കുന്ന സമയത്തും 16.67 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുക എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് അങ്ങ് കുറക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് എൻ്റെ മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും വേരിയബിൾ ഓവർ ഹെഡും, അതായത് എല്ലാ വേരിയബിൾ കോസ്റ്റും അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. ടോട്ടൽ കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും മാത്രമല്ലേ ഉള്ളൂ മക്കളെ? യെസ്. സോ അങ്ങനെയാണ് ഞാൻ ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. റിവൈസ് കാൽക്കുലേഷൻ. ഓക്കെ. സോ സെയിൽസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എക്സിസ്റ്റിംഗ് 15 lakh rupees ആണ് നമ്മുടെ സെയിൽസ്. അതിൽ നിന്ന് പ്രോഫിറ്റ് ലെസ് ചെയ്യാൻ പോവാം. എങ്ങനെ പ്രോഫിറ്റ് ലെസ് ചെയ്യുക? 15,000 യൂണിറ്റ് ആണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. ഓരോ യൂണിറ്റ് വിൽക്കുമ്പോഴും 16.67 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. സോ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് 2,50,000 rupees. ഓക്കെ ആണോ? സോ സെയിൽസ് നിന്ന് പ്രോഫിറ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടി 12,50,000 rupees ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതിൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ഇതിന്ന് വേരിയബിൾ കോസ്റ്റ് മുഴുവനായിട്ട് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എന്താ മക്കളെ? ഫിക്സഡ് കോസ്റ്റ് ആണ്. സിമ്പിൾ ആണ്. സോ ഞാൻ വേരിയബിൾ കോസ്റ്റ് മുഴുവനായിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. സോ ആദ്യം മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റ് എന്താണ് പറഞ്ഞത്? മെറ്റീരിയൽ കോസ്റ്റ് 30% ഓൺ സെയിൽ വാല്യൂ. ഓക്കെ. സോ സെയിൽ വാല്യൂ നമ്മൾക്കറിയാം 15 lakh rupees ആണ് സെയിൽ വാല്യൂ. അതിൻ്റെ 30%, ദാറ്റ് മീൻസ് 30% ഓഫ് ഇക്വേഷൻ നമ്പർ 1, അതായത് 15 lakh rupees. എത്ര വന്നു? 4,50,000 rupees. ലേബർ കോസ്റ്റ് എന്താണ് പറഞ്ഞത്? മെറ്റീരിയൽ സെയിൽ വാല്യൂവിൻ്റെ 20% ആണ് ലേബർ കോസ്റ്റ്. സോ 15 lakh rupeesൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 lakh rupees. ഈ 1ൻ്റെ മീനിങ് ഇക്വേഷൻ നമ്പർ 1 എന്നാണ് കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 എത്രയാണ്? 15 lakh rupees ആണ്. ദാറ്റ് മീൻസ് 30% ഓഫ് 50 lakh rupees. ഓക്കെ. സോ വേരിയബിൾ ഓവർ ഹെഡ് എന്ന മക്കളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് വേരിയബിൾ ഓവർ ഹെഡ് 10 rupees പെർ യൂണിറ്റ് എന്നാണ് പറഞ്ഞത്. ഓരോ യൂണിറ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും 10 rupees കോസ്റ്റ് ഇൻകം. സോ വേരിയബിൾ ഓവർ ഹെഡ് ഇസ് ഈക്വൽ ടു 15,000 ഇൻറ്റു 10 rupee, ദാറ്റ് മീൻസ് 1,50,000. സോ ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ള 12,50,000 എന്ന് ഞാൻ ഈ പറയുന്ന എല്ലാ വേരിയബിൾ കോസ്റ്റും അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും മക്കളെ? എക്സിസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും, അതായത് 3,50,000 rupees. അപ്പോൾ എനിക്ക് മനസ്സിലായി എക്സിസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് 3,50,000 rupees ആണ്. അഗ്രി? ഓക്കെ. സോ ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി സ്റ്റാർട്ട് ചെയ്യാം. 3 ഡ്രൈവ് നമ്മുടെ മുമ്പിലുണ്ട്, 3 സെനാരിയോ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ ഏറ്റവും മികച്ച പ്രോഫിറ്റ് ആരാണ് തരുന്നത്? ആ സെനാരിയോ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അഗ്രി ഓർ നോട്ട്? അഗ്രി. സോ ആദ്യം നമ്മൾക്ക് കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ വിറ്റോടിരിക്കുന്ന അതേപോലെ തന്നെ 15,000 യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നു. ബാലൻസ് 5,000 ഐഡിയൽ കപ്പാസിറ്റി ചുമ്മാ കിടക്കുന്നു, നമ്മളൊന്നും ചെയ്യുന്നില്ല. നിലവിലുള്ള പോലെ തന്നെ കമ്പനി റൺ ചെയ്യും. രണ്ടാമത്തത് സെയിൽ ഡ്രൈവ്. എന്താ സെയിൽ ഡ്രൈവ്? 15,000 യൂണിറ്റ് ഓൾറെഡി നമ്മൾ സെയിൽ ചെയ്യുന്നില്ലേ? അത് അതേപോലെ ചെയ്യുന്നു. ഒരു 5,000 യൂണിറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡീഷണലി സെയിൽ ചെയ്യുന്നു. ഏത് പ്രൈസിനാ? സെയിം പ്രൈസിന്. അത് ക്വസ്റ്റ്യനിൽ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്, നോക്കാം നമ്മൾക്ക്. എവിടെയാടാ? ഓക്കെ. The new order and make a concerted sale drive to sell the present unused capacity at the present selling price.
പ്രസന്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന സെയിം പ്രൈസ്. ഓക്കെ, ദാറ്റ് മീൻസ് 20,000 യൂണിറ്റ് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നിലവിൽ 15,000 യൂണിറ്റ് ആണ്, അത് നേരെ 20,000 യൂണിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് സ്പെഷ്യൽ ഓർഡർ. സ്പെഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി നമ്മൾ സെയിൽ ചെയ്യുന്ന 15,000 യൂണിറ്റ് നമ്മൾ എന്തായാലും സെയിൽ ചെയ്യുന്നു, പ്ലസ് നമ്മുടെ സ്പെഷ്യൽ ഓർഡർ ആയിട്ടുള്ള 10,000 യൂണിറ്റും കൂടെ സെയിൽ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ടോട്ടൽ 25,000 യൂണിറ്റ്. ഈ 3 സെനാരിയോ. ഓക്കെ, സോ നമ്മൾക്ക് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടി. സോ ആദ്യം നമുക്ക് സെയിൽസ് ഡിസ്കസ് ചെയ്യാം. കറണ്ട് സെയിൽസ് നമ്മൾക്കറിയാം 15 lakh rupees ആണ് കറണ്ട് സെയിൽസ്. സിമ്പിൾ. ഇനി സെയിൽ ഡ്രൈവ് എങ്ങനെ കണ്ടുപിടിക്കുക? എടാ, ഈ 15 lakh rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 യൂണിറ്റ് വിൽക്കുമ്പോഴല്ലേ? അങ്ങനെയാണെങ്കിൽ 20,000 യൂണിറ്റ് വിൽക്കുമ്പോൾ എത്രയായിരിക്കും സെയിൽ? 15 lakh ഡിവൈഡഡ് ബൈ 15,000 ഇൻറ്റു 20,000. 15 lakh ഡിവൈഡഡ് ബൈ 15,000 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് കിട്ടും, അതായത് 100 രൂപ. ഇൻറ്റു 20,000 യൂണിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 20,000 യൂണിറ്റ് വിൽക്കുമ്പോൾ ഉള്ള പ്രൈസ് കിട്ടും. അത് ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. 15 lakh ഡിവൈഡഡ് ബൈ 15,000. അപ്പോൾ എനിക്ക് ഒരു യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഇൻറ്റു 20,000 ചെയ്തപ്പോൾ 20,000 യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടി. ദാറ്റ് മീൻസ് 20 lakh rupees ആണ് സെയിൽസ് ഡ്രൈവിൽ എൻ്റെ സെയിൽസ്. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തത് സ്പെഷ്യൽ ഓർഡർ. ശ്രദ്ധിക്കണേ, നല്ലപോലെ ശ്രദ്ധിക്കണം. നോക്കിക്കോ എടാ, മൂന്നാമത്തെ കേസിൽ എങ്ങനെയാണ്? 15,000 യൂണിറ്റ് നമ്മൾ കറണ്ട് സെയിൽ ചെയ്യുന്ന പോലെ തന്നെ സെയിൽ ചെയ്യുന്നു, നിലവിലെ മാർക്കറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്നു. പിന്നെയോ ഒരു 10,000 യൂണിറ്റ് നമ്മൾ സ്പെഷ്യൽ ഓർഡർ ചെയ്യും. സോ നമുക്ക് ആദ്യം ആ 15,000 യൂണിറ്റിൻ്റെ കേസ് ഡിസ്കസ് ചെയ്യാം. 15,000 യൂണിറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15 ലക്ഷം രൂപയല്ലേ മക്കളെ? സെയിം ആണ്. സോ ഞാൻ ആ 15 ലക്ഷം രൂപ അങ്ങോട്ട് കാണിച്ചു. അപ്പോൾ 15,000 യൂണിറ്റിൻ്റെ സെയിൽസ് നമ്മൾ കണ്ടീഷനാക്കി. ഇനി ഒരു 10,000 യൂണിറ്റിൻ്റെ കൂടെ സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ ഒന്നുകൂടെ വരാം. ജസ്റ്റ് എ സെക്കൻഡ്. നോക്കിയേ, 10,000 യൂണിറ്റ് പെർ ഇയർ റെഗുലർലി അറ്റ് 90% ഓഫ് ദ പ്രസന്റ് സെല്ലിംഗ് പ്രൈസ്. അതായത് ഇപ്പോഴത്തെ പ്രൈസിന് അവർക്ക് വിൽക്കാൻ പറ്റില്ല, 90% ആക്കി അവരുടെ പ്രൈസ് ചുരുക്കണം. അപ്പോൾ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, 100 രൂപയാണ്. എങ്ങനെയാണ് 100 രൂപ കിട്ടിയത്? 15 lakh rupees ആണ് നമ്മുടെ കറണ്ട് സെയിൽസ്, ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ് ആണ് നമ്മൾ വിൽക്കുന്നത്? 15,000 യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് 100 രൂപ അല്ലെ? കറണ്ട് സെല്ലിംഗ് പ്രൈസ് 100 രൂപയാണ്. പക്ഷേ ഇവർക്ക് 100 രൂപക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല, 90% കൊടുക്കണം. അപ്പോൾ 100 രൂപ ഇൻറ്റു 90% എന്ന് പറയുമ്പോൾ 90 rupees ആണ് ഇവരുടെ സെല്ലിംഗ് പ്രൈസ്. വെരി സിമ്പിൾ. ഓരോ യൂണിറ്റും 90 rupeesനാണ് ഞാൻ ഇവർക്ക് സെയിൽ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? യെസ്. അപ്പോൾ നിലവിലുള്ള 15,000 യൂണിറ്റിന് നമ്മൾക്ക് 15 lakh rupees ആണ് സെയിൽസ്. പ്ലസ് ഇനിയുള്ള 10,000 യൂണിറ്റിന് നമ്മൾ എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക? 10,000 യൂണിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എത്രയാണ് മക്കളെ? 90 rupees. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടി 25,000 യൂണിറ്റിന് 24 lakh rupees ആണ് സ്പെഷ്യൽ ഓർഡറിൻ്റെ സെല്ലിംഗ് പ്രൈസ്, സെയിൽസ്. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഈസി ആയിട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്താൽ മതി, നമുക്ക് പ്രോഫിറ്റ് കിട്ടി. സോ ആദ്യം നമുക്ക് വേരിയബിൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. സോ മെറ്റീരിയൽ കോസ്റ്റ് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? മെറ്റീരിയൽ കോസ്റ്റ് എക്സിസ്റ്റിംഗ് കേസാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. എക്സിസ്റ്റിംഗ് കേസിൽ മെറ്റീരിയൽ കോസ്റ്റ് 30% ഓൺ സെയിൽ വാല്യൂ എന്ന് പറഞ്ഞത് അല്ലേ? സോ 15 lakh rupees ആണ് സെയിൽ വാല്യൂ. 15 lakh ഇൻറ്റു 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,50,000 ആയിരുന്നു കറണ്ട് മെറ്റീരിയൽ കോസ്റ്റ്. പക്ഷേ ഒരു 10% മെറ്റീരിയൽ കോസ്റ്റ് ഇൻക്രീസ് ആവും എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ 4.5 lakh പ്ലസ് 10% അല്ലേ? നോക്കിയേ, വേരിയബിൾ കോസ്റ്റിൽ ഫസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് 4,50,000 ഇൻറ്റു 110% അല്ലെങ്കിൽ പ്ലസ് 10% ആസ് യു വിഷ്. എത്ര വന്നു? 4,95,000 rupees. കൺഫ്യൂഷൻ ഉണ്ടോ മക്കളെ? കൺഫ്യൂഷൻ ഉണ്ടോ? എങ്ങനെയത് വന്നത്? 15 ലക്ഷം രൂപയാണ് നമ്മുടെ സെയിൽസ്, അതിൻ്റെ 30% ആണ് മെറ്റീരിയൽ കോസ്റ്റ്. 15 ലക്ഷം രൂപയുടെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,50,000 രൂപയാണ്. ഓക്കെ, അത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റ. ഇനി വരാൻ പോകുന്ന വർഷത്തിൽ 10% മെറ്റീരിയൽ കോസ്റ്റ് ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? 4,50,000 ഇൻറ്റു 110% ചെയ്യണം. അപ്പോൾ എത്ര വന്നു? 4,95,000 rupees. ഓക്കെ അല്ലേ? അത് കറണ്ട് സെനാരിയോ ഒക്കെ അല്ലേ? അതായത് 15,000 യൂണിറ്റ് വിൽക്കുകയാണെങ്കിലുള്ള കാര്യമല്ലേ? യെസ്. ഇനി അത് 20,000 യൂണിറ്റ് വിൽക്കുകയാണെങ്കിലോ? വെരി സിമ്പിൾ ഇടാ. 4,95,000 rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 യൂണിറ്റിനല്ലേ? അപ്പോൾ 4.95 lakh ഡിവൈഡഡ് ബൈ 15,000 യൂണിറ്റ്.
അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും. ഇൻറ്റു എത്ര യൂണിറ്റ് ആണ് ഞാൻ രണ്ടാമത്തെ കേസിൽ വിളിക്കുന്നത്? 20,000 യൂണിറ്റ് ആണ്. അപ്പോൾ എനിക്ക് 20,000 യൂണിറ്റിൻ്റെ കോസ്റ്റ് കിട്ടും. എത്രയാണ്? 6,60,000 രൂപ. 66 ലക്ഷം അല്ല, 6,60,000 രൂപ. ഓക്കെ ആണോ? യെസ്. ഇനി മൂന്നാമത്തത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക? മൂന്നാമത്തതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? 25,000 യൂണിറ്റ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? സെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6,60,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 25,000. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 8,25,000 രൂപയാണ് എൻ്റെ കോസ്റ്റ്. ഓക്കെ അല്ലേ? ഇവിടെ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഒഴിവാക്കിയാലും കുഴപ്പമില്ല, കാരണം 3 0 ആണ് രണ്ട് കേസിൽ. സോ 20,000 അല്ലെങ്കിൽ 20,000 ഇൻറ്റു 25 ചെയ്യരുത്. 20 ആണെങ്കിൽ ഇൻറ്റു 25, 20,000 ആണെങ്കിൽ ഇൻറ്റു 25,000. ഓക്കെ ആണോ? രണ്ടും സെയിം ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ആവശ്യം. അടുത്തത് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 20% ഓൺ സെയിൽ വാല്യൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ 15 ലക്ഷം രൂപയാണ് സെയിൽ വാല്യൂ. അതിൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 lakh rupees-ആണ്. അതായിരുന്നു ഈ വർഷത്തെ ഡാറ്റ. ഇനി അടുത്ത വർഷം മുതൽ ഒരു 25% കൂടെ ലേബർ കോസ്റ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ 3 lakh ഇൻറ്റു 125%. അങ്ങനെയല്ലേ ചെയ്തത്? ലേബർ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 3 lakh ഇൻറ്റു 125%. ദാറ്റ് മീൻസ് 3,75,000 rupees-ആണ് കറണ്ട് സെനാരിയോയിൽ നമ്മൾക്ക് ഇൻക്രീ ആവുന്ന ലേബർ കോസ്റ്റ്. ഓക്കെ ആണോ? യെസ്. ഇനി അത് സെയിൽസ് ഡ്രൈവിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വെരി സിമ്പിൾ. 3,75,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 യൂണിറ്റ് സെയിൽ ചെയ്യാനുള്ള കോസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 20,000 യൂണിറ്റ് സെയിൽ ചെയ്യാൻ എത്ര കിട്ടി? 5 lakh rupees കിട്ടി. ഇനി എങ്ങനെയാണ് 25,000 യൂണിറ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? 3,75,000 rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ 25,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 6,25,000 രൂപയാണ് ലേബർ കോസ്റ്റ് ഫോർ സ്പെഷ്യൽ ഓർഡർ. അഗ്രി? യെസ്. ഇനി വേരിയബിൾ ഓവർഹെഡും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. വേരിയബിൾ ഓവർഹെഡ് ഒന്നുമില്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ യൂണിറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 10 rupees ആണ് വേരിയബിൾ ഓവർഹെഡ് ഇൻക്രീ ആവുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ കേസിൽ 15,000 യൂണിറ്റ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 15,000 ഇൻറ്റു 10 rupee 1,50,000. രണ്ടാമത്തെ കേസിൽ 20,000 യൂണിറ്റ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 20,000 ഇൻറ്റു 10 rupee 2 lakh rupees. മൂന്നാമത്തെ കേസിൽ 25,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 25,000 ഇൻറ്റു 10 rupee 2,50,000. സോറി, ഇത് 2 lakh ആണ്, ഇത് 2,50,000. ക്ലിയർ? സോ ഇതോടുകൂടെ വേരിയബിൾ കോസ്റ്റ് കംപ്ലീറ്റ് ആയി. സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കോൺട്രിബ്യൂഷൻ കിട്ടൂലേ? അതായത് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 സെയിലാണ്, ഇക്വേഷൻ നമ്പർ 2 വേരിയബിൾ കോസ്റ്റ്. സോ 15 lakh rupees ആണ് കറണ്ട് സെയിൽസ്. അതിൽ നിന്ന് 4,95,000-ഉം 3,75,000-ഉം 1,50,000 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് 4,80,000 rupees. അതേപോലെ ഈ പറയുന്ന സെയിൽസിൽ നിന്ന് ഈ 3 വേരിയബിൾ കോസ്റ്റും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് 6,40,000. മൂന്നാമത്തെ കേസിൽ അങ്ങനെ തന്നെ 24 lakh rupees ആണ് സെയിൽസ് വാല്യൂ. അതിൽ നിന്ന് ഈ 3 വേരിയബിൾ കോസ്റ്റും കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ കിട്ടി 7 lakh rupees. കംപ്ലീറ്റഡ് ആയില്ല. ഇനി നമുക്ക് എന്തും കൂടെ കുറക്കണം? ഫിക്സഡ് കോസ്റ്റും കൂടെ കുറക്കണം. അപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. യെസ്. എന്താണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി? ഫിക്സഡ് കോസ്റ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതല്ലേ ഉള്ളൂടാ. നോക്കിയേ, എക്സിസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ്, അതായത് കറണ്ട് സെനാരിയോക്ക് വരുന്ന ഫിക്സഡ് കോസ്റ്റ് 3,50,000 rupees ആയിരുന്നു. പക്ഷേ അടുത്ത വർഷം മുതൽ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഫിക്സഡ് ഓവർ ഹെഡ് ഇൻക്രീസ്ഡ് ബൈ 50,000 rupees. അപ്പോൾ കറണ്ട് ഫിക്സഡ് കോസ്റ്റ് 3,50,000 ആണ്. അതിലേക്ക് ഒരു 50,000 rupees-ഉം കൂടെ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. 3,50,000 പ്ലസ് 50,000 rupees 4 lakh rupees. ഈ 4 lakh rupees എല്ലാവർക്കും ഒരേപോലല്ലേ വരിക? ഫിക്സഡ് കോസ്റ്റ് ഇസ് ഓൾവേസ് സെയിം അല്ലേ? യെസ്. ഇനി എന്തെങ്കിലും അഡീഷണൽ ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്ക്. നോക്കിയേ, if the order of additional 10,000 unit is accepted, the fixed overhead will increase by another 50,000 rupees by way of increased administration expenses. നിങ്ങൾ സ്പെഷ്യൽ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഫിക്സഡ് കോസ്റ്റും കൂടെ ഇൻക്രീ ആവുന്നുണ്ട്. എത്രയാണ് ഇൻക്രീ ആവുന്നത്? 50,000 rupees ആണ് ഇൻക്രീ ആവുന്നത്. അതെവിടെയാണ് ഞാൻ കാണിക്കേണ്ടത്? നോക്കിയേ, സ്പെഷ്യൽ ഓർഡറിൻ്റെ കേസസിലെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്കൊരു അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീ ആവുന്നുണ്ട് 50,000 രൂപ. ഓക്കെ, വേറെ എന്തെങ്കിലും ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീ ആവുന്നുണ്ടോ മക്കളെ?
വേറെ എന്തെങ്കിലും ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ആവുന്നുണ്ടോ? ഞാൻ ഒരു ലൈനും കൂടെ വായിക്കാം. The demand exceed the maximum output, new equipment will be required, which will cost 10 lakh rupees and it will have a lifespan of 10 years. ഇതെന്തിനാ മക്കളെ? 20,000 യൂണിറ്റ് ആണ് നമ്മുടെ മാക്സിമം കപ്പാസിറ്റി. ഈ 20,000 യൂണിറ്റിലും കൂടുതൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു 10 ലാക്ക് റുപ്പീസിൻ്റെ മെഷീൻ നമ്മൾ പർച്ചേസ് ചെയ്യണം. 10 വർഷമാണ് നമുക്ക് അതിൻ്റെ ലൈഫ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 25,000 യൂണിറ്റ് അല്ലേ നമ്മൾ മൂന്നാമത്തെ കേസിൽ, അതായത് സ്പെഷ്യൽ ഓർഡറിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്, അത് 20,000 യൂണിറ്റിലും കൂടുതലല്ലേ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന 10 ലാക്ക് റുപ്പീസിൻ്റെ മെഷീൻ പർച്ചേസ് ചെയ്യേണ്ടേ? മെഷീൻ പർച്ചേസ്. ഈ 10 ലാക്ക് റുപ്പീസിൻ്റെ മെഷീൻ എത്ര വർഷത്തേക്കാണ്? 10 വർഷത്തേക്കാണ്. ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വർഷത്തെ പ്രോഫിറ്റബിലിറ്റി അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ ഞാൻ കൺസിഡർ ചെയ്യും. വേണ്ടേ? സോ നമുക്ക് കൺസിഡർ ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് സിക്കൽ ടു ഡിപ്രിസിയേഷൻ. 10 ലാക്ക് റുപ്പീസിൻ്റെ മെഷീനാണ്, അതിന് 10 വർഷമാണ് ലൈഫ് ഉള്ളത്. ദാറ്റ് മീൻസ് ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലാക്ക് റുപ്പീസ്. 1 ലാക്ക് റുപ്പീസ് ഡിപ്രിസിയേഷൻ നമുക്ക് കിട്ടി. പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു 50,000 രൂപ അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ആവുന്നില്ല സ്പെഷ്യൽ ഓർഡറിന് മാത്രം. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 ലാക്ക് പ്ലസ് 50,000 റുപ്പീസ്, 1,50,000 ആണ് നമുക്ക് ഇൻകർ ആവുന്ന അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് ഫോർ സ്പെഷ്യൽ ഓർഡർ. അത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, 1,50,000. ഓക്കെ ആണോ? യെസ്. ഇനി സെയിൽസ് ഡ്രൈവ് ഇല്ലേ, അതായത് 20,000 യൂണിറ്റ് വിൽക്കുകയാണെങ്കിലുള്ള കേസ്, അവിടെ എന്തെങ്കിലും അഡീഷണൽ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ലെറ്റ്സ് സ്റ്റാർട്ട്. ദ സെയിൽസ് ഡ്രൈവ് വിൽ കോസ്റ്റ് 60,000 റുപ്പീസ് പെർ ഇയർ. നിങ്ങൾ ഒരു 5,000 യൂണിറ്റും കൂടെ അഡീഷണലി സെയിൽ ചെയ്യുകയാണെങ്കിൽ, 15,000 യൂണിറ്റ് ആണ് കറണ്ട് സെയിൽസ്, അതിന് നിങ്ങൾ ഒരു 5,000 യൂണിറ്റും കൂടെ കൂട്ടി 20,000 യൂണിറ്റ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ഒരു 60,000 രൂപയും കൂടെ നിങ്ങൾക്ക് അഡീഷണൽ കോസ്റ്റ് ഇൻകർ ആവും. ഇത് യൂണിറ്റ് ബേസിലാണോ പറഞ്ഞത്? അല്ല, ടോട്ടലി 60,000 രൂപ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിത് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് എടുക്കും. ഓക്കെ ആണോ? സോ ഞാൻ എന്ത് ചെയ്യുന്നു, അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് രണ്ടാമത്തെ കേസിൽ 60,000 റുപ്പീസ് കാണിക്കാം. ഏത് കേസിലാണിത്? സെയിൽസ് ഡ്രൈവിൻ്റെ കേസിലാണ് കാണിച്ചത്. ഓക്കെ അല്ലേ? കറണ്ട് സെനാരിയോയിൽ അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് എന്തെങ്കിലും ഇൻകർ ആവുന്നുണ്ടോ? ഒരു ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ആവുന്നില്ല. ഓൾറെഡി ഉള്ള 4 ലാക്ക് റുപ്പീസ് മാത്രമേ ഇൻകർ ആവുന്നു. ഈ 50,000 റുപ്പീസിലെ എക്സിസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് 3,50,000 ആണ്. അതിലേക്ക് ഒരു 50,000 റുപ്പീസ് ഫിക്സഡ് കോസ്റ്റ് ആഡ് ആവുന്നുണ്ട്. അതേതാ? ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റൊക്കെ ഇൻക്രീസ് ആവുന്നില്ലേ? അതേപോലെ തന്നെ ഒരു 50,000 രൂപ ഫിക്സഡ് കോസ്റ്റും കൂടെ ഇൻക്രീസ് ആവുന്നുണ്ട്. അതെല്ലാവർക്കും ബാധകമാണ്. കറണ്ട് സെനാരിയോക്കും സെയിൽസ് ഡ്രൈവിനും എക്സ്പോർട്ട് ഓർഡറിനൊക്കെ ബാധകമാണ്. അതുകൊണ്ടാണ് ഞാൻ 3,50,000 പ്ലസ് 50,000 4 ലാക്ക് റുപ്പീസ് എല്ലാവർക്കും ഒരേപോലെ തന്നെ കാണിച്ചത്. പിന്നെയുള്ള അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് കറണ്ട് സെനാരിയോ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. സെയിൽ ഡ്രൈവിന് ഒരു 60,000 റുപ്പീസ് പറയുന്നുണ്ട്, സ്പെഷ്യൽ ഓർഡറിന് ഒരു 50,000 റുപ്പീസ് പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, പ്ലസ് ഒരു 1 ലാക്ക് റുപ്പീസ് ഡെപ്രിസിയേഷനും കൂടെ ഉണ്ട്. ടോട്ടൽ 1,50,000. ഓക്കെ ആണോ? സോ നമ്മൾ കോൺട്രിബ്യൂഷനിൽ നിന്ന് 4,80,000 നിന്ന് ഈ 4 ലാക്ക് റുപ്പീസ് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 80,000 റുപ്പീസാണ്. കറണ്ട് സനാരിയോ തന്നെ അതേപോലെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ 80,000 റുപ്പീസാണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. സെയിൽ ഡ്രൈവ് ആണെങ്കിൽ 6,40,000 നിന്ന് 4 ലാക്ക് റുപ്പീസും 60,000 റുപ്പീസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 1,80,000 റുപ്പീസാണ്. ഇനി എക്സ്പോർട്ട് ഓർഡർ ആണെങ്കിൽ 7 ലാക്ക് റുപ്പീസാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. അതിൽ നിന്ന് 4 ലാക്ക് റുപ്പീസും 1,50,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 1,50,000 റുപ്പീസ്. ഓക്കെ, ഇതാണ് 3 കേസിൻ്റെ പ്രോഫിറ്റ്. ഇതിലേതാ മക്കളെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ചൂസ് ചെയ്യാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, മോസ്റ്റ് പ്രോഫിറ്റബിൾ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മോസ്റ്റ് പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസല്ലേ, സെയിൽസ് ഡ്രൈവ് അല്ലേ. എക്സ്പോർട്ട് ഓർഡർ രണ്ടാമത്തെ റാങ്കാണ്, കറണ്ട് സെനാരിയോ മൂന്നാമത്തെ റാങ്ക്. സോ റാങ്കിങ് ഈക്വൽ ടു ഫസ്റ്റ് സെയിൽ ഡ്രൈവ്, രണ്ടാമത് എക്സ്പോർട്ട് ഓർഡർ, മൂന്നാമത് കറണ്ട് സെനാരിയോ. ഓക്കെ അല്ലേ? യെസ്. സോ അവർ ആൻസർ ഈസ് കംപ്ലീറ്റഡ്. ഫസ്റ്റ് ഏരിയ. സെക്കൻഡ്, തേർഡ്. Then next